എൻ്റെ ഈ പിറകിൽ കാണുന്ന ഭാഗമാണ് പുല്ലുമുടിമല എന്ന് പറയുന്ന സ്ഥലം. 2018 ഓഗസ്റ്റ് 14 ഇവിടെ ഭീകരമായൊരു ശബ്ദം കേട്ട് ഏകദേശം പുലർച്ചെ 2 മണിയോടുകൂടി ഇവിടെയുള്ള വീട്ടുകാരെല്ലാവരും ചേർന്ന്, താഴെയുള്ള വീട്ടുകാരെല്ലാവരും ചേർന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പോയി. ഇവിടെ ഉരുൾപൊട്ടുകയായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് വന്ന് നോക്കുമ്പോൾ ചെളിയും ഇതൊക്കെ നിറഞ്ഞു കിടക്കായിരുന്നു. പാത്രങ്ങളും വീടിൻ്റെ എല്ലാ സംഗതികളും ഒരു താഴെയുള്ളൊരു വീട് പൂർണ്ണമായിട്ടും തകർന്ന്, ആ വീടിൻ്റെ ഇതാണ് ഇപ്പോൾ ശേഷിച്ചൊരു ഭാഗം മാത്രമാണ് പോയി കാണുന്നത്. അത് തകർന്ന് താഴത്തേക്ക് പോയി. ഇതിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു ഈ പറയുന്ന ഉരുൾപൊട്ടിയത്. അതിനുശേഷം ജിയോളജി വകുപ്പിനും റവന്യൂ വകുപ്പിനൊക്കെ ആളുകൾ പറഞ്ഞ് ഇവിടെ ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തുടർച്ചയായിട്ട് മഴ പെയ്ത് നിൽക്കുന്ന സാഹചര്യം വന്നാൽ ഉടനെ ഇവിടെ നിന്ന് മാറണം. ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഈ മിനി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഇവരുടെ കുടുംബങ്ങൾ എല്ലാം എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. തല ചായ്ക്കാനായിട്ടൊരിടം മഴക്കാലം വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭീതിജനകമായൊരു സാഹചര്യത്തിൽ പേടിച്ചരണ്ട് ഈ പറയുന്ന മിനി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറേണ്ടി വരുന്ന ദുരിത കാഴ്ചകളാണ് ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ ഈ പറയി നിൽക്കുന്ന ചേട്ടൻ 2018 ഓഗസ്റ്റ് 14 ഈ കാഴ്ചകൾ കണ്ട ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് നമുക്ക് അന്നത്തെ കാഴ്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. 2018 ആ ഉരുൾപൊട്ടേണ്ട ഇത് മുന്നേ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ പേരൊക്കെ ആ മലയുടെ മുകളിലാണ്. ഏകദേശം എന്നായിരുന്നു അത് നടന്ന വർഷം? ഓഗസ്റ്റ് 14 ഇതാണ്. അപ്പം ഞങ്ങൾ അന്ന് രാത്രി ഇവിടെ താഴെ ഇറങ്ങി വന്ന് കിടന്നായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഒരു ഒച്ച കേട്ട് ഇവരൊക്കെ ഇവിടെ താഴെയുള്ളവരൊക്കെ പേടിച്ച് ഓടിയാണ് വന്ന് ഞങ്ങൾ പിള്ളേരൊക്കെ എടുത്ത് അന്ന് 2 മണി 3 മണി നേരത്ത് ഇവിടുന്ന് ഓടി അവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ പോയി ഇരുന്നായിരുന്നു. അന്നത്തെ ദിവസം ഉറങ്ങില്ല. ഞങ്ങൾ കിട്ടിയ സാധനം ഒന്നുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഡ്രസ്സൊക്കെ കൂടി അങ്ങോട്ട് പോയി അവിടെ ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയത്. അതാണ് ഈ കാണുന്ന ഇത്. അത് മല. അത് കഴിഞ്ഞ് അവര് സാറന്മാരൊക്കെ വന്ന് ഈ ഭാഗത്തേക്കാണെങ്കിൽ ഉരുൾപൊട്ടാൻ ചാൻസ്. റവന്യൂ, പിന്നെ ജിയോളജി വകുപ്പ്, അവിടുന്ന് വില്ലേജ്, അവിടെ നിന്നൊക്കെ വന്ന് കുറെ സാറന്മാർ വന്നിരുന്നു. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ഉരുൾ പൊട്ടും നിങ്ങൾ 2, 3, 4 ദിവസം മഴ അടുപ്പിച്ച് പെയ്താൽ അവിടുന്ന് പെട്ടെന്ന് മാറി താമസിക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചക്രവാണി സ്കൂൾ എന്ന് പറഞ്ഞ ഇതുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ കിടക്കുമ്പോൾ നമ്മുടെ ബഹുമാനായ രാധാകൃഷ്ണൻ മന്ത്രി വന്ന് ഞങ്ങൾക്കൊരു ഇത് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീടിന് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടുന്ന് താമസം ആക്കി തരാമെന്നുള്ള ഒരു ഉറപ്പിൽ പോയി. അത് ഓർഡർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അന്ന് പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ പല പ്രാവശ്യം വില്ലേജിലേക്കായിട്ടും അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് കളക്ടർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കളക്ടർ ഓഫീസിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോയില്ല ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് അറിയില്ല. ഇപ്പം ഞങ്ങളോട് സ്ഥലം നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും സ്ഥലമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് ഇതിപ്പോഴാണ് അന്വേഷിച്ച് പോയിപ്പോഴാണ് ഇവർ പറയണേ മറ്റേ കളക്ടർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഈ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ 5 കൊല്ലമായിട്ട് ഞങ്ങൾ മഴ പെയ്യുമ്പോൾ കുഞ്ഞിപ്പിള്ളേർ എല്ലാവരും കൂടി കൊണ്ട് നമ്മൾ ഈ ക്യാമ്പിലേക്ക് പോകണം. നമ്മൾ ഈ മഴയത്താണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നമുക്ക് പറ്റണത്. പക്ഷെ ഞങ്ങൾ ഈ ക്യാമ്പിൽ പോയി ഈ ദുരിതങ്ങളൊക്കെ പേറി അവിടെ കിടക്കാണ്. നമുക്ക് ബാക്കിയുള്ള ഭക്ഷണം ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കിടക്കുക, അതല്ല ഏറ്റവും വലിയ ഒരു ഇത്. അത് നമുക്ക് കിട്ടണില്ല. ഈ വീട്ടുകാരുടെ മറ്റൊരു ദുരിത കാഴ്ച ഞാൻ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ ഈ പറയുക നിൽക്കുന്നത് എന്തിട്ട് സംഭവം എന്നറിയാം? ഇത് തണ്ടിയെന്നല്ലത്, ഇതാണ് ബാത്റൂം, ടോയ്ലറ്റ്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടുത്തെ ക്യാമ്പ് ലീഡറോട് ഞാൻ പറയാം. ഇതൊക്കെ നമ്മൾ ചാലക്കുടിക്കാർ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലമാകുമ്പോൾ മഴ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുടുംബങ്ങളും അതിഭീതിയോടെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ ശോചനീയമായ സ്ഥിതിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ ഈ പരിയാരം പഞ്ചായത്തിൽ 9ാം വാർഡിലുള്ള ഒരു കുടുംബ ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ട ഞങ്ങൾ പലരോടും ഞങ്ങൾ ഈ ദയനീയാവസ്ഥ പറഞ്ഞു. മെമ്പറെ വരെ ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കലും കൊണ്ട് കാണിച്ചു വരെ ചെയ്തു. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്കൊരു ബാത്റൂമിൽ. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒരു ആസ്മ പേഷ്യൻ്റാണ്, ചേട്ടന് എൻ്റെ മൂത്ത ആങ്ങളൊരു മെൻ്റൽ പേഷ്യൻ്റ്. ഇപ്പം അത് കൂടാതെ 8 വർഷത്തിന് മുമ്പ് പിണങ്ങിപ്പോയ ഭർത്താവ് ഒരു കോമ സ്റ്റേജിൽ ആരും നോക്കാത്ത അവസ്ഥയിൽ എൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. ആളും 2 പെൺകുട്ടികളടക്കണം എൻ്റെ കുടുംബം. ഇന്ന് വരെ ഒരു ബാത്റൂം ചോദിച്ചിട്ട് പഞ്ചായത്ത് അധികൃതർ ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ ബാത്റൂമിൻ്റെ അകത്ത് വളരെ ശോചനീയമാണ്. കാരണം ഇവിടെ ഉറവ് നിൽക്കണോണ്ട് ഈ മഴക്കാലത്ത് 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ പുറത്തേക്ക് തള്ളാണ്. ഞങ്ങൾക്ക് അയൽവക്കത്തെ വീടുകളിലെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 പെൺകുട്ടികളുണ്ട്, ഞാനുണ്ട്, വയ്യാത്ത 3 പേരുണ്ട് കുടുംബത്തിൽ. ഞാൻ നിങ്ങളോട് കൈ കെടുത്ത് കൂപ്പി പറയണം, ഒരു ബാത്റൂമിൽ ഞങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണം. വേറെ ഒന്നും വേണ്ട. ഞാൻ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്.
അപ്പം എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു ബാത്റൂം സ്വന്തം കയ്യിൽ പൈസ എടുത്തൊരു ബാത്റൂം പണി. എനിക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. കാരണം ഈ 3 രോഗികളെ നോക്കണം, 2 മക്കളെ പഠിപ്പിക്കണം. എന്നെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് അപേക്ഷിക്കുന്നത്. ഒരു ബാത്റൂം എങ്ങനെയും ഗവൺമെൻറ് ആയാലും ഏത് നീതിപീഠമായാലും ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം. വേറെ ഞാൻ എനിക്കൊന്നും പറയാനില്ല. തലചായ്ച്ചുറങ്ങാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഓരോ ഇടങ്ങളുണ്ടാകും. നിങ്ങളീ കാണുന്ന കാഴ്ചയിലും ഇടങ്ങൾ കാണാം. കുറേ പാവപ്പെട്ടവരുടെ ഷീറ്റുകൾ വലിച്ചു കെട്ടിയും കോലുകൾ കുത്തിയുമെല്ലാം ഉണ്ടാക്കിയ ഈ കൂരകൾക്കുള്ളിലും മനുഷ്യ ജീവിതങ്ങളുണ്ട്. മഴക്കാലമായാൽ ഈ കൂരയ്ക്കുള്ളിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ കണ്ടാൽ ഈ പാവങ്ങളുടെ മനസ്സിൽ തീയാണ്. ഉരുളു പൊട്ടുമോ? അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി തൊട്ടടുത്തുള്ള മിനി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. 2018 മുതൽ 2023 ഇപ്പോൾ 24ലും ഈ തുടർച്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ് ഓരോ കാലവർഷക്കാലത്തും. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴപ്പെയ്ത്തിനിടയിൽ ഇതുപോലുള്ള ഒരു കൂരയ്ക്ക് മുകളിലേക്ക് ഒരു മരം കൂടി വീണു. പാവപ്പെട്ട കുടുംബത്തിൻ്റെ അവസ്ഥ കൂടുതൽ ശോചനീയമായി. കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വാർക്ക വീടുകൾ കാണാം. യാതൊന്നും സുരക്ഷിതമായ സ്ഥലത്തല്ല ഇരിക്കുന്നത്. മുകളിൽ മഴക്കാലം തുടങ്ങിയാൽ 3-4 ദിവസം ശക്തമായ മഴ പെയ്താൽ ഉരുൾപൊട്ടുമെന്നുള്ള ഭീതിയാണ് ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്. തീർച്ചയായിട്ടും ഭരണാധികാരികൾ അവർ പറയുന്നത് ഇവർക്കായി ഒരുക്കിയിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകാൻ ഇവർ മടിക്കുന്നു എന്നാണ്. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള ഇടങ്ങളില്ല. അടുത്ത മഴക്കാലത്തെങ്കിലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ തലചായ്ക്കാനായിട്ടൊരിടത്തിന് ഞങ്ങൾക്ക് അവകാശമില്ലേ? ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ, നീതി എന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, ഈ ജീവിതങ്ങൾക്ക് നേരെ കണ്ണടച്ച് പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആ വീട് കണ്ടോ? ആ വീട് അനീഷ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു വീട്ടമ്മയുടെ വീടാണിത്. നിങ്ങളിങ്ങനത്തെ വീടുകളൊക്കെ കണ്ടോ? ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ പരിയാരം പഞ്ചായത്തിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ പറയുന്നത് ഈ പുരോഗമന കേരളത്തിന് ഇങ്ങനെയൊക്കെ വീടുകൾ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ആരുമില്ല ചാലക്കുടിക്കാരെ, ആരുമില്ല ഇവരെ സഹായിക്കാനായിട്ട്. ഏതെങ്കിലും ചാലക്കുടിക്കാർ, ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ, ജാതി മത കക്ഷി രാഷ്ട്രീയപതിമനെ ഒക്കെ പോട്ടെ, ഏതെങ്കിലും ആളുകൾ ഒരു കക്കൂസ പോലും ഇല്ലാതെ ഷീറ്റ് വലിച്ചു കെട്ടി കഴിയുന്ന ഒരു അവസ്ഥയുള്ള ഈ വീടിനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചാലക്കുടിക്കാരെ നിങ്ങൾ തല താഴ്ത്തി തല കുനിച്ചിരിക്കണം, ഞാനുൾപ്പെടെയുള്ള ആളുകൾ. കാരണം ഇത് ഈ മഴക്കാലത്ത് അനുഭവിക്കുന്ന ഈ വേദന, ഇതുപോലെ ശോചനമായ സ്ഥിതിയിൽ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ഒറ്റക്കാര്യം പറയാനുള്ളൂ, ഒത്തിരിയേറെ ക്ലബ്ബുകൾ, ഒത്തിരിയേറെ സന്നദ്ധ സംഘടനകൾ ഇതൊക്കെ ചാലക്കുടിയിലുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടമ്മയ്ക്കും ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒന്ന് തലചായ്ക്കാനായിട്ടൊരു ഇടം കിട്ടും, സംഭവം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടണം, ഇവിടുത്തെ ഭരണാധികാരികൾ ഇടപെടണം. ഇതിങ്ങനെ എല്ലാ വർഷവും ഈ മിനി കമ്മ്യൂണിറ്റി ഹാളല്ല ഇവരുടെയൊക്കെ തലചായ്ക്കാനുള്ള ഇടം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതീവ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഈ മഴക്കാലത്ത് ഞാൻ കണ്ട ഏറ്റവും ഒരു 5 കൊല്ലത്തിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും ദുരിതപൂർണമായിട്ടൊരു കാഴ്ചയാണ് ഈ പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് ഈ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ലോക സമൂഹത്തിനോട് മുഴുവൻ ഞാൻ വിളിച്ചു പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി മിനി കമ്മ്യൂണിറ്റി ഹാളിലാണ്. മഴ കുറഞ്ഞിട്ടുണ്ട്, ചാലക്കുടി പുഴയിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ വളരെ ഭീതിജനകമായ സാഹചര്യത്തിൽ കഴിയുന്ന കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ ഈ മിനി കമ്മ്യൂണിറ്റി ഹാളിലുണ്ട്. കണ്ടോ? ഈ കൊച്ചു കുട്ടികളടക്കം നോക്കി കഴിഞ്ഞാൽ കാണാം. സ്കൂളില്ല, വലിയ സന്തോഷത്തിലൊക്കെ ആണെങ്കിലും ഈ കുട്ടികളുടെ മനസ്സിലൊക്കെ ഒരു പേടിയുണ്ട്. ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഉള്ളിൽ തീയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ, ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഒരു പ്രദേശമാണ്. 2018 ഇവിടെ ഉരുൾപൊട്ടി ഒരു വീട് തകർന്നു. അതിനെ തുടർന്ന് 2018 മുതൽ മഴക്കാലം ശക്തമായി കഴിഞ്ഞാൽ ഇവർ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റും.
വലിയ ദുരിതമാണ് ഈ പാവപ്പെട്ട ഈ കുടുംബാംഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ വീടും സാമഗ്രികളൊക്കെ എടുത്ത് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറാം. അതുമാത്രമല്ല, ഇവരൊക്കെ ദൈനംദിന ജീവിതത്തിന് തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നവരാണ്. ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് ജീവിക്കുന്നത്. ഇതെല്ലാം മുടങ്ങി ഇനി എത്ര നാൾ ഈ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ദീർഘനാൾ വരെ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അകത്ത് താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന കുടുംബാംഗങ്ങൾക്കുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2018 പ്രളയകാലത്ത് തുടങ്ങി ഞങ്ങളുടെ മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീഷണി മുതലല്ല ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് അന്ന് തൊട്ട് ഇന്ന് ഈ 2024 വരെ ഞങ്ങൾ ഈ ക്യാമ്പുകളിലേക്ക് എല്ലാ വർഷക്കാലം ഞങ്ങൾ ക്യാമ്പുകളാണ് ഞങ്ങളുടെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഇതിലുള്ള ഈ 11 വീടുകളിൽ ആകെ 2-3 വീട്ടുകാർക്ക് പട്ടയില്ലാത്ത ഭൂമിയാണ്. ബാക്കിയുള്ളവർക്ക് പട്ടയുള്ള ഭൂമികളാണ്. പിന്നെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനം കഴിഞ്ഞ വർഷം അവസരത്തിൽ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്വന്തമായി ഭൂമി കണ്ടുപിടിക്കുകയോ അങ്ങനെ അവരെ കാര്യം ചെയ്യുകയാണെങ്കിൽ ഭൂമി മേടിക്കാനുള്ള വീട് പണിയാനുള്ള 10 ലക്ഷം രൂപ വെച്ച് ഒരു വീട്ടുകാർക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് വരെ അതിൻ്റെ തീരുമാനമൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഭൂമിയെ കണ്ടുപിടിച്ചായിരുന്നു. കണ്ടുപിടിച്ച് ചെന്ന് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലയെന്ന് പറഞ്ഞു. കാരണം ഗവൺമെൻറ്റിൽ പൈസ ഇല്ല എന്നൊക്കെയുള്ള സൂചന ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഈ നവകേരള സദസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുക ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ പലപ്പോഴായിട്ട് മെമ്പറോടായാലും മറ്റു മാധ്യമങ്ങളോട് അല്ലെങ്കിൽ വരുന്ന ഉദ്യോഗസ്ഥരെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് അവർ പറയുന്നത് മുകളിൽ നിന്ന് ഒരു തീരുമാനമായിട്ടില്ല. ഞങ്ങൾ റിപ്പോർട്ട് മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. കളക്ടർ അടക്കം പറഞ്ഞ മുകളിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അതിന് തീരുമാനം ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ ഈ ക്യാമ്പിലെ ഒരു സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം വീട്ടുകാർ ഇവിടെ ഉണ്ട്? എങ്ങനെയാണ്? എത്ര ദിവസം വരെ ഇവിടെ നിൽക്കേണ്ടി വരും? എന്തൊക്കെയാണ് അതിനെപ്പറ്റി കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ? ഇപ്പോൾ ഈ ക്യാമ്പിൽ മൊത്തം 7 വീട്ടുകാരാണ്. അതിൽ 31 അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ മഴ തീരുന്നത് വരെ ഇവിടെ ക്യാമ്പിൽ തന്നെ ചെലവഴിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ മറ്റ് സഹായങ്ങൾ വില്ലേജ് ഓഫീസറുടെ ഭാഗമായിട്ടും മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അവർക്ക് നമുക്ക് അടിയന്തരമായിട്ട് അനുവദിച്ചു കൊടുക്കാവുന്ന ധനസഹായങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. കൂടുതൽ നമുക്ക് റവന്യൂ വകുപ്പിനാണ് അതിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റുക. ഗവൺമെൻറ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാരോ ഇപ്പോൾ തത്സമയം ഇവരെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ 3.5 വർഷം മുമ്പ് തുടങ്ങി എല്ലാ കാലവർഷത്തിലും ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ റവന്യൂ വകുപ്പ് ഇവരെ ഇപ്പോൾ തൽക്കാലം മാറ്റി പാർപ്പിച്ചിട്ടുള്ളൂ. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയയും എല്ലാം കൂടി ആയപ്പോൾ ഇത് പ്രത്യേകം റിസ്ക് ഫണ്ട് വയ്ക്കേണ്ടതാണ്. റിസ്ക് ഫണ്ട് വയ്ക്കാനായിട്ട് ഇതുവരെയായിട്ട് ഭരണകൂടമോ അല്ലെങ്കിൽ മന്ത്രിസഭാ തലത്തിലോ തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ റിസ്ക് ഫണ്ട് ഉപയോഗിക്കാനായിട്ട് അതിന് കളക്ടർ തുടങ്ങി. ഇവിടെ കളക്ടർ ഹരിതയുള്ളപ്പോൾ വന്ന് പോയതാണ്. റിസ്ക് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ അതെടുത്താൽ മാത്രമാണ് ഇപ്പോൾ ലേഡി പറഞ്ഞ പോലെ അവർക്കൊരു സ്ഥലം കണ്ടെത്തി അവർക്ക് പാർപ്പിടമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ പട്ടയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പറയാൻ പറ്റില്ല. പട്ടയം ഇല്ലാണ്ടവർ അവിടെ താമസിച്ചെന്നല്ലേ ഉള്ളൂ. പട്ടയം കൊടുക്കാൻ ഇത് ഗവൺമെൻറ്റല്ലേ. അപ്പോൾ അവർ പട്ടയത്തിന് അർഹതപ്പെട്ടവരാണ്. അപ്പോൾ അവർ പട്ടയം ഇല്ല എന്ന് പറഞ്ഞവർ ഒഴിവാക്കാൻ പാടില്ല. അവർ താമസിച്ച അന്ന് മുതൽ അവർക്ക് പട്ടയം കൊടുക്കാതിരുന്നതാണ് ഗവൺമെൻറ്. അപ്പോൾ അത് ഗവൺമെൻറ് പട്ടയം കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ മാറ്റി പാർപ്പിക്കാനും അതിനുള്ള നടപടി സർക്കാർ തലത്തിൽ തന്നെ തീരുമാനിക്കണം. കളക്ടർ വന്ന് യോഗം വിളിച്ചു കൂട്ടി അന്ന് ഹരിത മേടമുള്ളപ്പോഴാണ് 2018 ശേഷം വരെ എല്ലാവരെയും ആ പരിസരത്ത് വിളിച്ചു കൂട്ടുകയും ഇവരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഒരു പദ്ധതി നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എല്ലാ മഴക്കാലത്തും വരുമ്പോൾ ഇവരെ മാറ്റി താമസിക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള നടപടി സർക്കാരാണ് സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലിടപെട്ടുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2018 ഞങ്ങളുടെ ഭാഗത്ത് ഉരുണ്ട് പൊട്ടിയത്. അന്ന് ആ കൊല്ലം തുടങ്ങി ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. ഞങ്ങളൊരു കൊല്ലം 4-5 പ്രാവശ്യം ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലമാണ് ഞങ്ങളോട് ഇങ്ങനെ 10 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് അനുവദിച്ച് നിങ്ങൾ സ്ഥലം നോക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് സ്ഥലം നോക്കാൻ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സ്ഥലവും നോക്കി കണ്ടുപിടിച്ചു. ഒക്കെ അവിടുന്ന് വില്ലേജ് ഓഫീസർ ആൾക്കാരെ പോകുന്ന സ്ഥലവും കണ്ടു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അപേക്ഷകളൊക്കെ കൊടുത്ത് കളക്ടറേറ്റിൽ ഞങ്ങളുടെ തന്നെ ഇരിക്കത്തുള്ളവർ പിന്നെ അവിടെ കളക്ടർ പോയില്ലായി. അപ്പോൾ കളക്ടർ പറഞ്ഞു എല്ലാ അപേക്ഷകളും കൊടുത്തിട്ടുണ്ട്, ഈ മോഡിൽ നിന്ന് ഓർഡർ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൊണ്ട് ഞങ്ങളിങ്ങനെ മാറി ഫണ്ടില്ല, ഫണ്ട് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് വളരെ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ ഓർമ്മ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ടോ, കിടക്കുന്ന ആൾക്കാർ ഒരു കിടക്കുന്നവരും താല്പര്യമില്ല. അങ്ങനത്തെയാണ് നമ്മുടെ കാലാവസ്ഥ. ഇതന്നെ പറയാനുള്ളത്.
ഈ പറഞ്ഞത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ. ഞങ്ങളുടെ ഓരോരുത്തരും വീടൊക്കെ ഷീറ്റിട്ട് നിങ്ങളവിടെ ഒന്ന് നോക്കിയാൽ കാണാം. ഞങ്ങളുടെ വീട് മൊത്തം ഷീറ്റിട്ട് നനക്കാം, പൊട്ടി പൊളിഞ്ഞ് ചോർന്നിട്ട് മൊത്തം. അതവിടെ ചെന്ന് നോക്കിയാണ് വീട് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കിടക്കരുത്. അങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ. മൊത്തം ഷീറ്റിട്ട് ആകെ ചിന്നി പൊട്ടിയിരിക്കുന്നതാണ്. കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ രണ്ടാളുടെ ഏറ്റവും മുന്നിൽ. അങ്ങനെ 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 താഴേക്കുള്ള വീടുകളാണ്. അങ്ങനത്തെ അവസ്ഥ.